കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളും കഴിഞ്ഞ മുൻകാല ക്ലാസ്സുകളിലെ ബേസിക് കൺസെപ്റ്റുകളും ഒക്കെ പറഞ്ഞു. അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടെ വേണം ആൾക്കാരെല്ലാം പഠിക്കേണ്ട. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധയില്ലെന്നല്ല, എങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് മെട്രിക്സുകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വേണമെങ്കിൽ ചെറിയ ആമുഖം നമുക്ക് കൊടുക്കാം. നമ്മള് രാമു ശ്യാമ ഈ രണ്ട് കുട്ടികൾ, അവര് രാമു 10 നോട്ട്ബുക്കും 5 പേനയും വാങ്ങി, ശ്യാമ 7 നോട്ട്ബുക്കും 4 പേനയും വാങ്ങി. ഇത് പെൻ, ഇത് നോട്ട്ബുക്ക്, ഇത് പെൻ. ശരിയല്ലേ? ഒരു ടാബ്ലറ്റ് കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലായി രാമു 10 നോട്ട്ബുക്കും 5 പേനയും വാങ്ങി, ശ്യാമ 7 നോട്ട്ബുക്കും 4 പേനയും വാങ്ങി. ഒരു നോട്ട്ബുക്കിന് വില 10 രൂപയും ഒരു പേനയുടെ വില 5 രൂപയുമാണ്. ഒരു നോട്ട്ബുക്കിന്റെ വില 10 രൂപയും ഒരു പേനയുടെ വില 5 രൂപയും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡിസ്പ്ലേ ചെയ്ത ഇതിനെ നമുക്ക് ഒരു മെട്രിക്സ് ഫോമിലാക്കാം. അപ്പൊ ഇതെങ്ങനെ വരും? നിങ്ങളെ 10, 5, 7, 4. ശരിയല്ലേ? ഇനി ഒരു നോട്ട്ബുക്കിന്റെ വില 10 രൂപ, ഒരു പേനയുടെ വില 5 രൂപയാണ്. അപ്പോ രാമുവിന് മൊത്തം ചിലവായി എത്ര രൂപയെന്ന് ചോദിച്ചാൽ, ഒരു നോട്ട്ബുക്കിന്റെ വില 10 ആണെങ്കിൽ രാമു മൊത്തം 10 നോട്ട്ബുക്ക് വാങ്ങി. അപ്പൊ 10 × 10 100 രൂപ. ഒരു പേനയുടെ 5 രൂപ, മൊത്തം 5 പേനകൾ വാങ്ങി, 25 രൂപ. അപ്പൊ 100 ആണെങ്കിൽ 25, 125. അങ്ങനെയാണ് ശരിക്കും. അപ്പൊ ഇത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നമുക്ക് 10 × 10 വരണം, 5 × 5 വരണം. ശരിയല്ലേ? അപ്പോ ശരിക്കും വരുന്നത് എങ്ങനെയാണ്? എങ്ങനെ വരുന്നത്? നിങ്ങളെ 10, 5. 10 × 10 100, 5 × 5 മനസ്സിലാവുന്നത്? ചുമ്മാ എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രണ്ട് മെട്രിക്സുകൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സ്, രണ്ട് മെട്രിക്സുകൾ എടുത്തു. ഈ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് കൺഫേം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, two matrices capital A and capital B are said to be conformal for matrix multiplication if a condition ഉണ്ട്. ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അതെന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. ഒന്നുകൂടി, ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അതിന് ഈക്വൽ ആവണം ഇതിന്റെ നമ്പർ ഓഫ് റോസ്. അപ്പോ എയുടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ equal to number of rows of B. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എത്രയാണോ, കോളങ്ങളുടെ എണ്ണം എത്രയാണോ അതായിരിക്കണം രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. ഒന്നാമത്തേന്റെ നമ്പർ ഓഫ്, അതായത് നിരകളുടെ എണ്ണവും രണ്ടാമത്തേന്റെ വരികളുടെ എണ്ണവും തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിരകളുടെ എണ്ണം 3 ആണെങ്കിൽ ഇതിന്റെ വരികളുടെ എണ്ണം 3 ആണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറിക്കാൻ വേണമെങ്കിൽ two matrices capital A and capital B are two matrices capital A and capital B are conformable for matrix multiplication if number of columns of A equal to number of rows of B. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നോട്ട്, order of A കണ്ട m/p A എന്ന് പറയുന്ന മെട്രിക്സിന് നമ്പർ ഓഫ് റോസ് m, നമ്പർ ഓഫ് കോളംസ് p. ഓർഡർ ഓഫ് b, b യുടെ ഓർഡർ p/n. ഇത് നമ്പർ ഓഫ് കോളംസ്, ഇതേ സാധനത്തിനെ കാണാം. ഇത് നമ്പർ ഓഫ് കോളംസ്, ഇത് നമ്പർ ഓഫ് റോസ് ഈക്വൽ ആയി. അങ്ങനെയെങ്കിൽ ഓർഡർ ഓഫ് ab എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യുക, ബാക്കി എഴുതുക m/n. പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് നല്ല ക്ലാരിഫിക്കേഷൻ. അപ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യ മെട്രിക്സിന്റെ, അപ്പോൾ അവിടെ ഒരു കാര്യം പറയാം, a × b അതാണ് a. ശരിയല്ലേ? ഇതിനെ നമ്മൾ വിളിക്കാം പ്രീഫാക്ടർ.
ഇവിടെ ഫാക്ടർ എന്ന് പറയാൻ മെട്രിക്സ് ആണ് പ്രീ മെട്രിക്സ്. പ്രീ പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ, മുമ്പേ, ഇതിന് മുന്നേ ഉള്ളത്, മുന്നേ. പ്രീ മെട്രിക്സ് ഇതിന് മുന്നേ ഉള്ള മെട്രിക്സ് പ്രീ മെട്രിക്സ്. ഇത് ഇതിന് ശേഷമുള്ളത്, ദാറ്റ് മീൻസ് ശേഷം എന്നുള്ളത് പ്രീയുടെ ഓപ്പോസിറ്റ് പോസ്റ്റ്. ഇത് പോസ്റ്റ് മെട്രിക്സ്. കണ്ടോ, എന്ത് മെട്രിക്സ് ആണ്? പ്രീ മെട്രിക്സ്. സംശയമുള്ളത് കുറിച്ചോളാം. പ്രീ, ബിഫോർ, പോസ്റ്റ്, ആഫ്റ്റർ. മുന്നേ, then ശേഷം, ആഫ്റ്റർ. അപ്പോൾ പ്രീ മെട്രിക്സ്, പോസ്റ്റ് മെട്രിക്സ്, അതിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രീ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും എന്ന് പറഞ്ഞാൽ എയുടെ നമ്പർ ഓഫ് കോളംസും പോസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആരുടെ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കുറിക്കാൻ അത്രേ ഉള്ളൂ. കുറിക്കുക. Two matrices capital A and capital B are conformable for matrix multiplication if number of columns of A equal to number of rows of B. Number of columns of A equal to number of rows of B. Note order of A m by p. ഇതിന്റെ മീനിങ് അറിയാലോ? ഈ മെട്രിക്സിൽ m റോസും p കോളംസും. Order of p p by n. ഇതിന്റെ മീനിങ് മനസ്സിലായല്ലോ? Number of rows p, number of columns a. And order of a. ഇത് പ്രീ മെട്രിക്സ്, ഇത് എന്ത് മെട്രിക്സ്? പോസ്റ്റ് മെട്രിക്സ്. ഇത് പ്രീ മെട്രിക്സ്. പ്രീ മെട്രിക്സ് ആണ് ഇത്. ഇത് പോസ്റ്റ് മെട്രിക്സ്. കണ്ടല്ലോ? അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് മെട്രിക്സ് ഓർഡർ ഓഫ് എ m by n. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നമുക്ക് കുറിക്കാം. ചെറിയ എക്സാമ്പിൾ, ഇതിന് വേണ്ടി എക്സാമ്പിൾ. Order of A 2 by 3. Any order of B 3 by 1. The number of columns, number of rows equal. Our order of AB is order of AB. This is 2 by 2 by. Number of columns, number of same. ഇനി മറ്റൊരു നോട്ട് നമുക്ക് എൻട്രൻസിന്റെ ആവശ്യമുള്ള മറ്റൊരു നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ മനസ്സിലായി പ്രീ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഓർഡർ പ്രീ മെട്രിക്സ്. നമുക്ക് എയുടെ ഓർഡർ m by p. പോസ്റ്റ് മെട്രിക്സ് p by n. പ്രോഡക്റ്റ് മെട്രിക്സ് ഇത് കളഞ്ഞു m by n. ശരിയല്ലേ? ഇനി നമ്മൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഒന്നുകൂടി നമ്മൾ ഡീപ്പായിട്ട് പറയാണ്. ഇതും തന്നാൽ ഇതിന് ഓർഡർ ആണ്. അപ്പോൾ ഓർഡർ ഓഫ് അല്ലെങ്കിൽ പ്രീ മെട്രിക്സ് ആൻഡ് ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡർ മുതലാണ്. Pre matrix and product matrix are given. Line 1. Pre matrix ഉം product matrix ഉം അറിയാമെങ്കിൽ ഇത് രണ്ടും അറിയാം. ഇതറിയാം. അപ്പോൾ ഓർഡർ ഓഫ് പോസ്റ്റ് മെട്രിക്സ് ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം m by p യും m by n ഉണ്ട്. ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് p by n അല്ലേ നിങ്ങളെ p എന്ന് പറയുന്നത് പ്രീ മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് അല്ലേ. നമുക്ക് എഴുതാം നമ്പർ ഓഫ് കോളംസ് ഓഫ് പ്രീ മെട്രിക്സ് ബൈ ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് പ്രീ മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് ആണ്. ഇനി n എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് അല്ലേ. number of columns of product matrix എന്നോർത്ത് വയ്ക്കുക. ഇതറിഞ്ഞാൽ മതി. അപ്പോൾ പ്രീ മെട്രിക്സും പ്രോഡക്റ്റ് മെട്രിക്സും തന്നിരുന്നാൽ നമുക്ക് പോസ്റ്റ് മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു മെട്രിക്സ് ഫോം ചെയ്യണമെങ്കിൽ ഓർഡർ പറയും. അപ്പോൾ അതിന് ഓർഡർ കണ്ടുപിടിക്കാം. ഓർഡർ എന്ന് പറയുന്നത് പോസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് number of columns of the pre matrix by number of columns of product matrix p by. ഇനി
ഇതുകുറിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രീ മെട്രിക്സ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിക്സ് ആർ ഗിവൺ. ഓർഡർ ഓഫ് പോസ്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് ഓഫ് പ്രീ മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് പ്രോഡക്റ്റ് മെട്രിക്സ്. ഇനി അപ്പോൾ ഇതും ഇതുമാണ് തന്നത്. ഇനി ഇതും ഇതും തന്നാൽ ഇതെങ്ങനെയാണ്? ഇത് രണ്ടും തന്നാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇതും ഇതും തന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചു. ഇതും ഇതും തന്നാൽ ഇതെങ്ങനെയാണ്? ഇത് രണ്ടും തരും. പോസ്റ്റ് മെട്രിക്സ് ആൻഡ് പോസ്റ്റ് മെട്രിക്സ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിക്സ് ആർ ഗിവൺ. പോസ്റ്റ് മെട്രിക്സ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിക്സ് ആർ ഗിവൺ. ഇത് രണ്ടും തരും. നമുക്ക് പ്രീ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓർഡർ ഓഫ് പ്രീ മെട്രിക്സ്. ഇതിന് ഓർഡർ പറയാം. ഇതിന് ഓർഡർ എന്ന് പറഞ്ഞാൽ MIP അല്ലേ, M. ഇത് രണ്ടും അറിയാം. M എവിടെ കിടക്കും കാണുന്നില്ല. ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് റോസ് അല്ലേ. നമ്പർ ഓഫ് റോസ് ഓഫ് പ്രോഡക്റ്റ് മെട്രിക്സ് കടാ ബൈ. അപ്പൊ M കിട്ടി. ഇനി നമുക്ക് എന്താണ് P ആണ്. P എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇത് രണ്ടും അറിയാം. M ഓക്കെ. ഇനി P എന്ന് പറയുന്നത് പോസ്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് റോസ് അല്ലേ. number of rows of post matrix. Clear ആയോ? ഞാൻ ഓർക്കണം. അപ്പോ പ്രീ മെട്രിക്സും പ്രോഡക്റ്റ് മെട്രിക്സും എന്നാൽ നമുക്കറിയാം. പ്രീ മെട്രിക്സും പ്രോഡക്റ്റ് മെട്രിക്സും എന്നാൽ നമുക്ക് പോസ്റ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം. ഇത് രണ്ടും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് എന്ത് മെട്രിക്സ് പ്രീ മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് പ്രോഡക്റ്റ് മെട്രിക്സ്. ഇനി ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് റോസ് ഓഫ് പ്രോഡക്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് റോസ് ഓഫ് പോസ്റ്റ് മെട്രിക്സ്. ഓക്കെ, ശരി. ഇത്രയും കാര്യങ്ങളായി. നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യ മെട്രിക്സ് വിളിക്കുന്ന പേര് പ്രീ മെട്രിക്സ്, രണ്ടാമത്തെ മെട്രിക്സ് വിളിക്കുന്ന പേര് പോസ്റ്റ് മെട്രിക്സ്. പ്രീ മെട്രിക്സിന്റെ എന്താണ് നിരകളുടെ എണ്ണവും പോസ്റ്റ് മെട്രിക്സിന്റെ വരികൾ. നിരകൾ എന്ന് പറയുമ്പോൾ കോളംസ്, കോളങ്ങളുടെ എണ്ണവും മറ്റേ റോകളുടെ എണ്ണവും ഈക്വലാണ്. ഇനി പ്രീ മെട്രിക്സിന്റെ ഓർഡർ M/P ആണ്. പോസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ P/N ആണ്. ഇത് കാണുന്നത് M/N ആയിരിക്കും പ്രോഡക്റ്റ് മെട്രിക്സ്. ഇനി ഇത് തന്നാൽ ഇത് കണ്ടുപിടിക്കാറിയാം, ഇത് തന്നാൽ ഇത് കണ്ടുപിടിക്കാറിയാം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ വർക്കിംഗ് റൂൾ ആണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. വർക്കിംഗ് റൂൾ ഇതിന്റെ വർക്കിംഗ് റൂൾ നമ്മൾ പറയുന്നത് നോക്കിക്കോളൂ. A എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. A11 A11 A12 A13 A21 A22 A23. ഓക്കെ. B എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആക്കി A11 A12 A21 A22. ഓക്കെ. ഇതിന്റെ ഓർഡർ 2/2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് 2. ഇതിന്റെ നമ്പർ ഓഫ് റോസും 2 ആണ്. അപ്പോൾ B11 B12 B21 B22 ആണ്. ഇതിന്റെ നിരകളുടെ എണ്ണവും ഇതിന്റെ വരികളുടെ എണ്ണവും സെയിം ആയി. ഇത് 2/2 ആണ്. പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകണം. AB ശ്രദ്ധിച്ചിരിക്കണം. A11 A12 A21 A22 ഈ മെട്രിക്സ് ഇതിന്റെ മെട്രിക്സ് B11 B12 B21 B22. ഇതെങ്ങനെയാണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത് ഫസ്റ്റ് റോ ആണ്. ഈ ഫസ്റ്റ് റോ ഉണ്ട്, ഈ പ്രീ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഉണ്ട്. ഇത് പോസ്റ്റ് മെട്രിക്സ്, അതിന്റെ ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം കേട്ടോ. ഫസ്റ്റ് റോ ഉണ്ട്. ആരുടെ ഫസ്റ്റ് റോ? പ്രീ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഉണ്ട്. ആരുടെ ഫസ്റ്റ് കോളം? പോസ്റ്റ് മെട്രിക്സ് ഫസ്റ്റ് കോളം.
കറസ്പോണ്ടിങ് ഫസ്റ്റ് സെക്കൻഡ് ഈ റോയുടെ ഫസ്റ്റ് ലെവൽ ഈ കോളത്തിൽ ഫസ്റ്റ് ലെവലാണ് ഫസ്റ്റ് സെക്കൻഡ് മൾട്ടിപ്ലൈ ദ ആഡ് ചെയ്യണം എങ്ങനെ വരും നിങ്ങളെ a11 b11 a11 into b11 plus a12 into b21 പ്രീ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഉണ്ട് പോസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഡയറക്ഷൻ മനസ്സിലായാൽ ഇങ്ങനെ അപ്പോൾ ആദ്യം സെയിം സ്റ്റൈൽ തന്നെ വീണ്ടും ഫസ്റ്റ് റോ ഉണ്ട് സെക്കൻഡ് കോളം ആണ് ഫസ്റ്റ് അപ്പോൾ എന്ത് വരും a11 b12 a21 sorry a12 b22 ഒരു കോളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഈ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത ലെവലിൽ ഇവിടെ കൊണ്ട് കഥ അവസാനിക്കുന്നില്ല ഫസ്റ്റ് റോ വെച്ച് ചെയ്ത പോലെ നമ്മൾ സെക്കൻഡ് റോ വെച്ച് സെക്കൻഡ് വൺ ഫസ്റ്റ് അപ്പോൾ വരും a21 b11 ഇനി ഇതിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ ഇത് സെയിം ആയിരിക്കും a21 b11 പ്ലസ് a22 എന്തായിരിക്കും b21 ഇനി ഇത് ഇവിടെ പുട്ട് ചെയ്യണം ഇതുകൊണ്ട് സെക്കൻഡ് വൺ അത് വരും a21 ഇതാണ് b12 പ്ലസ് a22 b22 ചുമ്മാ ഇങ്ങനെ ഡയറക്റ്റ് അല്ല എങ്ങനെ ഒരിക്കൽ കൂടി പറയാം ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ഉണ്ട് സെക്കൻഡ് കോളം സെക്കൻഡ് റോ ഉണ്ട് ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഉണ്ട് സെക്കൻഡ് കോളം മനസ്സിലായോ ആയില്ലേ പ്രോബ്ലം നമ്മൾ ഒരു ചെറിയ പ്രോബ്ലം ചെയ്യാം ഓക്കെ പ്രോബ്ലം ചെയ്യാൻ പോകണം ക്ലിയർ ആയല്ലോ പ്രോബ്ലം ചെയ്യാൻ പോകണം പ്രോബ്ലം ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം ഇരിക്കണം മെട്രിക്സ് എ എന്നുള്ളത് 2340 ബി എന്ന് പറയുന്നത് 1037 മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എ ബി എക്ക് വരെ 2340 ബിക്ക് വരെ 1037 നോക്കുക ഫസ്റ്റ് റോ ആണ് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആണ് ഫസ്റ്റ് കോളം ഇതിന് കറസ്പോണ്ടിങ് 2 into 1 plus 3 into 3 ആദ്യ ലെവൽ അവസാനിച്ചു വീണ്ടും ഫസ്റ്റ് റോ ആണ് സെക്കൻഡ് കോളം ഫസ്റ്റ് 2 into 0 plus ഫസ്റ്റ് സെക്കൻഡ് 3 into 7 ഫസ്റ്റ് റോ ആണ് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആണ് സെക്കൻഡ് കോളം same style second row and first row 4 into 1 first plus second first second കണ്ട സെയിം ആണ് ഇത് മാത്രമേ മാറുന്നുള്ളൂ വീണ്ടും സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് 4 into 0 first plus first second അവിടെ ഇത് മാത്രമേ മാറുന്നു ആൻസർ നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കി 2 plus 9 ഇത് 9 2 plus 9 11 0 plus 21 4 plus 0 4 0 plus 0 0 ചെയ്ത രീതി മനസ്സിലായല്ലോ ഒന്ന് നോട്ട് ചെയ്യുക problem നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യ പ്രോബ്ലം സോറി ആദ്യ മാട്രിക്സ് A സമം 1 2 3 0 7 5 B is equal to
240871. Okay. വരികളുടെ എണ്ണം 3, നിരകളുടെ എണ്ണം 3 ഉണ്ടാവും. ഇതിന്റെ കോളങ്ങളുടെ എണ്ണവും ഇതിന്റെ റോസിന്റെ എണ്ണവും ഈക്വൽ ആണ്. എങ്കിൽ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്രോഡക്റ്റ്. അപ്പോൾ എബി ഡിഫൈൻ ചെയ്യാൻ എബി 1 2 3 075 240871. നോക്കുക, ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഫസ്റ്റ് റോയുടെ വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. വീണ്ടും സെക്കൻഡ് കൊണ്ട് സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇനി സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. 2 ഇത് 0 വരും, ഇത് 21. 2 + 21 23. 4 ഇത് 16. 4 + 16 20. ഇത് 23. 0 + 0 ഇത് 35. 0 28. Sorry, 56. 8 ആണ്. 56 + 5. 56 + 5. 56 + 5 61. ഇതിന്റെ ഓർഡർ 2/3. ഇതിന്റെ ഓർഡർ 3/2. ഇതങ്ങനെ എലിമിനേറ്റ് ചെയ്ത് 3 എലിമിനേറ്റ് 2/2. ഇനി ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഒരു സിമ്പിൾ പ്രോബ്ലത്തിൽ നമുക്ക് പറയാം. ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് അവിടെ എക്സാമിന് തന്നെ ചെയ്യണം. എൻട്രൻസിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് നോക്കുക. ഇത് തന്നെയാണ് നമുക്ക് ഒന്ന് ഒരു ചെറിയ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് ഷോർട്ട് കട്ട് എന്ന് പറയാം. ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് സിമ്പിൾ ആണ്. 2071 into 5123. സിമ്പിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ ആണ്. ഒറ്റ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കൊണ്ട് ഫസ്റ്റ് കൊണ്ട് 2 × 5 10. 10 + 0 10. ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് 2 + 0 2. ഫസ്റ്റ് സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് 35 + 2 37. ഫസ്റ്റ് 35 + സെക്കൻഡ് 35 + 2 37. സെക്കൻഡ് ഫസ്റ്റ് 7 × 1 7 1 × 3 10. ഇതേ ഉത്തരം തന്നെ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ഇത് സംഭവിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ്. 20 അങ്ങ് എഴുതുക, 7 1 20. ഇനി മെട്രിക്സിന്റെ ഫാമാണ് ചെയ്യുന്നത്. ഇത് കണ്ട സെക്കൻഡ് മെട്രിക്സ്, ഫസ്റ്റ് മെട്രിക്സ്. ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് പറയുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഈ മെട്രിക്സ് അതുപോലെ പക്ഷേ സിമ്പിൾ കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഇനി ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം വെച്ച് ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം വെച്ച് സെക്കൻഡ് കണ്ടല്ലോ. ഇനി ഇത് വെച്ചാണ് മെട്രിക്സ് എഴുതിയാൽ മതി. 2 × 5 ഇനി 2 × 5 10. 10 + 0 2 × 5 10. 0 + 2 0. 10 + 0 അടുത്ത ഇത് കൊണ്ട് 2 × 1 2. 0 × 3 0. അപ്പോൾ 2 + 0 ഇതുകൊണ്ട് 7 × 5 35. 1 × 2 37. ഇനി 7 × 1 7. 1 × 3 3.
സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി ഇനി നമുക്ക് ആൻസർ എഴുതി ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ പ്രോഡക്റ്റ് ഇത് എ ഇത് ബി ആണെങ്കിൽ നമുക്ക് എ ബി ആയിട്ട് എഴുതാം. എ ബി സമം എന്താണ് ആൻസർ 10 2 37. ഇതിൽ ഷോർട്ട് കൊണ്ടുവരണം. അപ്പോൾ ഷോർട്ട് ഇടുമ്പോൾ ഈ മെട്രിക്സ് സിമ്പിൾ കളഞ്ഞ് എഴുതുക. ഇതിൻ്റെ ഫസ്റ്റ് കോളം വെച്ച് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം സെക്കൻഡ്. എങ്ങനെ മൾട്ടിപ്ലൈ? പിന്നെ ഫസ്റ്റ് എങ്ങനെ ചിന്തയൊന്നും വേണ്ട, പെട്ടെന്ന് ഷോർട്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നു. ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇതിനെ കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും